ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓഗസ്റ്റ് 21 തീയതി വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആയി ആചരിക്കുകയാണ്. സമൂഹത്തിനു വേണ്ടി അനേകം നന്മകൾ ചെയ്തവരും ജീവിതാനുഭവങ്ങളിലൂടെ അറിവുകൾ തലമുറയ്ക്ക് പകർന്നു കൊടുത്തവരുമായ മുതിർന്നവർ തീർച്ചയായും ആദരിക്കപ്പെടേണ്ടവരാണ്. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം അനേക വർഷങ്ങൾ സഹയാത്രികനായി നടന്നതിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ ഇത് നല്ല അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവിത സായാഹ്നത്തിൽ അരിഷ്ടതയും പ്രതിസന്ധിയും നിറഞ്ഞ സാഹചര്യത്തിൽ ദാവീദ് എഴുതിയതെന്ന് കരുതാവുന്ന ഒരു സങ്കീർത്തനമാണ് 71 സങ്കീർത്തനം. ഒരു വൃദ്ധന്റെ പ്രാർത്ഥന എന്ന ശീർഷകം കൊടുക്കുവാൻ കഴിയുന്ന ഈ സങ്കീർത്തനത്തിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. ദാവീദിനെ പോലെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല നഷ്ടങ്ങളും പരാജയങ്ങളും മുറിവുകളുമൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. ജീവിതത്തിൽ സാന്ത്വനവും സൗഹൃദവും നൽകുവാൻ എത്തിച്ചേർന്നവർ, സുവിശേഷം വായിക്കാനും കേൾക്കാനും പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചത്, കരയുന്നവരോടൊപ്പം കരയാനും പ്രാർത്ഥിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞത്, ആരാധക സമൂഹത്തോടൊപ്പം ആത്മസമർപ്പണത്തിന് അവസരം ലഭിച്ചത്, ദൈവം അനുഗ്രഹവും അവകാശവുമായി തന്ന മക്കളെ ക്രിസ്തുവിന്റെ പ്രകാശത്തിലും പ്രത്യാശയിലും വളർത്തുവാൻ കഴിഞ്ഞത്, ഉള്ളതും ഉള്ളവും പങ്കിടാൻ ദൈവം നൽകിയ ജീവിത പങ്കാളിയോടൊപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കൈകോർത്തത്, അങ്ങനെ ദൈവം തന്ന ആയുസ്സിന്റെ ദിനങ്ങളിൽ ദൈവ കൃപയിൽ വിരിഞ്ഞ സുഹൃതഫലങ്ങൾ അനവധിയാണ്. ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തെ അധഃപതനത്തിന്റെയും പരാജയത്തിന്റെയും നിസ്സഹായതയുടെയും കണ്ണാടിയിലൂടെ മാത്രം കാണുന്നതിന് പകരം ദൈവ പരിപാലനത്തിന്റെയും വളർച്ചയുടെയും കാഴ്ചപ്പാടിലൂടെ കാണുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരീരത്തിലെ ഓരോ നരയും ചുളിവും വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെ നേടിയ തിരിച്ചറിവിന്റെ കൈമുദ്രകളാണ്. എൻ്റെ കാഴ്ചപ്പാടുകളെയും മനോഭാവങ്ങളെയും ഉണ്മ നിറഞ്ഞതും പക്വതയാർന്നതുമൊക്കെ ആക്കാൻ ആയുസ്സിന്റെ അനുഭവങ്ങൾ ഉപകരിച്ചു എന്നതിലാണ് എൻ്റെ സന്തോഷം. ദൈവം അനുവദിച്ചു തന്ന ആയുസ് അനേകം ഗുണപാഠങ്ങൾ പഠിക്കാൻ സഹായിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ച ചില വിലപ്പെട്ട പാഠങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. 1. ആവശ്യമില്ലാത്ത പലതിനെയും പറ്റി വ്യാകുലപ്പെടുന്ന മാർത്തയിൽ നിന്ന് ആവശ്യമുള്ള തിരുവചനത്തിൽ ശ്രദ്ധിക്കുന്ന മറിയയിലേക്കുള്ള ചുവടുവയ്പ്പിന് ജീവിതം സഹായിച്ചു. 2. ക്ഷമയുടെ മഹത്വം തിരിച്ചറിയാനും ക്ഷമ ശീലമാക്കാനും ദൈവം ദാനമായി തന്ന ആയുസ്സിന്റെ ദിനങ്ങൾ
പ്രയോജനപ്പെട്ടു. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മറുപടിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള വിശ്വാസ സ്ഥിരത ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നുമില്ല. ക്ഷമയുടെ തമ്പുരാൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3. ഞാൻ നിസ്സാരനാണെന്നും സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കാൻ സമൂഹം ആവശ്യമാണെന്നും അതിൻ്റെ ഔഷധ മൂല്യം ശ്രേഷ്ഠമാണെന്നുമൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ അസ്തിത്വവും അടിസ്ഥാനവും ഉറപ്പിക്കാൻ ദൈവം നൽകിയ സഭയും കുടുംബവും സ്നേഹിതരും അവരോടൊത്തുള്ള കൂട്ടായ്മയുമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും തിരിച്ചറിഞ്ഞു. 4. സംസാര സാഗരത്തിലെ കൊടുങ്കാറ്റിലും തിരമാലകളിലും ആടി ഉലയുന്ന ഞാനെന്ന കൊച്ചു നൗകയുടെ സുരക്ഷിത നങ്കൂരം ദൈവമാണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞത് ജീവിത സായാഹ്നത്തിലാണ്. വാർദ്ധക്യത്തിലെ മെന്റൽ സെറ്റും നഷ്ടപ്പെട്ട ചില ഭൗതിക സങ്കേതങ്ങളും വഴിപിരിഞ്ഞുപോയ പല ബന്ധങ്ങളുമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ചു. എന്താണെന്നോ, ആശ്രയം ക്രിസ്തുവിൽ ആണെങ്കിൽ ആശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. കളപ്പുരകൾ നിറഞ്ഞിരുന്ന യൗവനകാലത്ത് മനസ്സ് പഠിക്കാൻ തയ്യാറാകാത്ത പാഠമായിരുന്നു അത്. വാർദ്ധക്യത്തിൻ്റെ സ്ട്രെസ്ഫുൾ ക്ലാസ്സിൽ മനസ്സതൊക്കെ അനുസരണത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠ ഫലമായ റിസൈലൻസ് അഥവാ പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവ് നിർമേനിയായി വിളഞ്ഞത് ജീവിത സായാഹ്നത്തിലാണ്. അങ്ങനെ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ അനവധി. ജീവിതത്തിൻ്റെ ഫാസ്റ്റ് ട്രാക്കിൽ നിന്നും മാറി ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദി കൊണ്ട് ഹൃദയം നിറയുകയാണ്. ഒരിക്കൽ ഞാനും ഈ ഫാസ്റ്റ് ട്രാക്കിലെ ഓട്ടക്കാരനായിരുന്നു എന്നത് വളരെ അത്ഭുതത്തോടെ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ഓട്ടത്തിൽ വഴിതെറ്റിപ്പോയവർക്കിടയിൽ, കാലിടറിപ്പോയവർക്കിടയിൽ, രോഗങ്ങളും ദുരന്തങ്ങളും പിൻനിരയിലേക്ക് തള്ളി മാറ്റപ്പെട്ടവർക്കിടയിൽ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഓടുവാൻ സഹായിച്ചത് കർത്താവിൻ്റെ വൻ കൃപ ഒന്നുകൊണ്ടും മാത്രമാണ്. സാധുവും പാപിയുമായ എനിക്ക് ഒരു യോഗ്യതയും ഇക്കാര്യത്തിൽ അവകാശപ്പെടാനില്ല. സർവേശ്വരന്റെ വിസ്മയ പ്രവൃത്തികളാകുന്ന സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ വിവിധ മുഖങ്ങൾ നേരിട്ട് കണ്ട ഒരു എളിയ ജീവിതയാത്രക്കാരനെന്ന നിലയിൽ യുവതലമുറയോട് ചില വിനീത അഭ്യർത്ഥനകളുണ്ട്. പ്രിയമക്കളെ, ജീവിതാനുഭവത്തിൻ്റെ വിലപ്പെട്ട പാഠങ്ങൾ മുതിർന്നവരിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഒരുപക്ഷേ അതൊക്കെ പഴയ കഥയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ മക്കളെ, മുതിർന്നവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടും വെറും പഴയ ഓർമ്മകൾ മാത്രമല്ല. നിങ്ങളുടെ ജീവിത യാത്രയിൽ ദിശാബോധം നൽകുന്ന അമൂല്യ ഉൾക്കാഴ്ചകളും അതിലുണ്ട്. ജീവിതം ഞങ്ങളെ പഠിപ്പിച്ച
ഇത്തരം അനുഭവങ്ങളാണ് വാസ്തവത്തിൽ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സയൻസും ടെക്നോളജിയും നിർമ്മിത ബുദ്ധിയും കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ഹൈടെക് മനസ്സിനെ ഇതുകൂടി കേൾക്കാൻ നിങ്ങൾ നിർബന്ധിക്കണം. അതൊരിക്കലും സമയനഷ്ടമാവില്ല. പോസിറ്റിവിറ്റിയിലേക്കുള്ള നുറുങ്ങ ചിന്തകൾ അതിലുണ്ട്. അനുഗ്രഹങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ആയുസ്സിന്റെ എല്ലാ ഘട്ടങ്ങളും മക്കളെ വളരെ വിലപ്പെട്ടതാണ്. അത് സ്തോത്രത്തോടും വിനയത്തോടും കൂടി സ്വീകരിക്കാനുള്ള വിനീത മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. ആത്മീയ മർമ്മങ്ങളുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വിശിഷ്ട വിഭവങ്ങൾ ചേർന്ന അനുഭവങ്ങളാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് വിളമ്പുന്നത്. അതുകൊണ്ട് ദൈവം തരുന്ന ആയുസ്സിന്റെ ദിവസങ്ങളിൽ കഷ്ടകാലങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്നതെല്ലാം നല്ലതിനും നന്മയ്ക്കുമായി ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തും. മക്കളെ, സമ്മിശ്ര അനുഭവങ്ങൾ ചേർത്തുള്ള ദൈവത്തിൻ്റെ വിശിഷ്ട തയ്യാറെടുപ്പാണ് ജീവിതം. അത് മനോഹരമാണ്. യെസ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. തിരുവചനം മക്കൾക്ക് നൽകുന്ന ശ്രദ്ധേയമായൊരു ഉപദേശം കൂടി പങ്കുവെക്കുകയാണ്. 1 തീമോത്തിയോസ് 5 വാക്യങ്ങൾ. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. അവരെ പിതാവിനെപ്പോലെയും മാതാവിനെപ്പോലെയും യുവാക്കന്മാരെയും സഹോദരന്മാരെപ്പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെപ്പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെപ്പോലെയും പരിഗണിക്കണം. മുതിർന്നവർക്ക് സ്നേഹവും ആദരവും സാന്ത്വനവും നൽകുവാനുള്ള ആഹ്വാനമാണ് ഈ ഉപദേശം. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനും അതിലൂടെ ലഭിച്ച തിരിച്ചറിവിനും ജ്ഞാനത്തിനും സ്തോത്രം. ജീവിത സായാഹ്നത്തിലായിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ആനന്ദവും കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയവർ സഭയ്ക്കും സമൂഹത്തിനും തലമുറകൾക്കും നൽകിയ സംഭാവനകളെ ഞങ്ങൾ ആദരിക്കുന്നു. ഞങ്ങളെ പിന്തുടരുന്ന തലമുറയ്ക്ക് ക്രിസ്തീയ സാക്ഷ്യമുള്ള നല്ല മാതൃകകളായി ജീവിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിന്റെ വഴിയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ ആത്മാവ് ഞങ്ങളിൽ സദാ പരിവർത്തിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.